ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ തുഫാൻ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പീരുമേട് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ സെമിനാർ കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് നടന്നു. പീരുമേട് എംഎൽഎ അഡ്വക്കേറ്റ് സിറീഖ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ന് ജൂൺ 26. ലോകത്തിലെ പകുതിയിലേറെ ആളുകൾ ലഹരിക്ക് അടിമയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി ജൂൺ 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയായ തുഫാൻ രാജ്യമെമ്പാടും തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 24 ദിവസം കൊണ്ട് 3000-ലധികം ആളുകളാണ് വിവിധ കേസുകളിലായി അറസ്റ്റിലായത്. ഇതോടൊപ്പം തന്നെ 40 കോടിയിലധികം ലഹരി ഉൽപ്പന്നങ്ങൾ സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വരും തലമുറയെ ബാധിക്കുന്ന ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന വ്യാപകമായി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പീരുമേട് നിയോജക മണ്ഡലം തല പരിപാടി പീരുമേട് കുട്ടിക്കാനം മരിയൻ കോളേജിലാണ് നടന്നത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള SPC കേഡറ്റുകൾ പങ്കെടുത്ത പരിപാടിയിൽ DYSP ഷാജു വർഗീസ് അധ്യക്ഷനായിരുന്നു. പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ് സ്വാഗതം ആശംസിച്ച ചടങ്ങ് പീരുമേട് MLA അഡ്വക്കേറ്റ് സിറീഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം മൂലം കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത്. ഓരോ കുടുംബങ്ങളും സമൂഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ലഹരിക്കെതിരെ ഒരുപോലെ പോരാടണമെന്ന് അദ്ദേഹം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ഈ സമൂഹത്തെ, നമ്മുടെ യുവതലമുറയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ചുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളിലൊക്കെ ഏതാണ്ട് 10-ലധികം 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ കൗമാരക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകളാണ്. അത് നമ്മളെ വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊരു സംയുക്തമായിട്ടുള്ള പദ്ധതിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ ഏറ്റവും അധികം വിശുദ്ധമാക്കിയിട്ടുള്ള ഒരു മാരക വിപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. തുടർന്ന് വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ അത് ഏറ്റുപറയുകയും ചെയ്തു. ഉപയോഗിക്കുകയില്ലായെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ യോഗത്തിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റർ ഫാദർ ഷൈജു KS, വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും എത്തിയ അംഗങ്ങൾ, പീരുമേടിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് പീരുമേട് സബ് ഡിവിഷനിലെ LP, UP, HS, HSS വിഭാഗത്തിൽപ്പെട്ട വിവിധ സ്കൂളുകളിൽ ലഹരിക്കെതിരെ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ഇതോടൊപ്പം തന്നെ മോട്ടിവേഷൻ സ്പീക്കർ ഷിബു കല്ലറയ്ക്കൽ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു. പീരുമേട് സബ് ഇൻസ്പെക്ടർ വിനീത് V പരിപാടികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.